Good morning all. Hello. Good morning all. Good morning. കേറാൻ എന്താ ലേറ്റ് ആവുന്നത്? ഓക്കെ, എല്ലാവരും കേറുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാവരും കയറി വന്നോളൂ. അപ്പൊ നമ്മള് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ് ആണ്. എല്ലാവരും എടുത്തു വെക്കാം. പുതിയ ചാപ്റ്റർ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ്. ഓക്കെ, എല്ലാവരുടെയും കയ്യിൽ എടുത്തോ? ആണോ? അവരുടെ റെസ്പോൺസ് ഒക്കെ കുറഞ്ഞു, പിള്ളേരൊക്കെ കുറഞ്ഞല്ലോ. എന്ത് പറ്റി? മഴയൊക്കെ ആയതുകൊണ്ട്, സ്കൂളൊക്കെ തുറന്നത് കൊണ്ടാണോ? എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ? ഇപ്പൊ നമുക്ക് എടുത്ത് തീർക്കാൻ ധാരാളം ഉണ്ട്. ലേറ്റ് ആവണ്ട. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെല്ലാം എംപ്ലോയീസിന്റെ എല്ലാവരുടെ സ്കില്ലും എന്താണ് അവരുടെ നോളജും ഡെവലപ്പ് ചെയ്യുന്ന കുറെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കയ്യിലെടുക്കേണ്ടത് മാനേജ്മെന്റിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. കാരണം നന്നായിട്ട് വർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോയാൽ, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന് എന്താണ് നല്ല റിട്ടേൺ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലേ? അങ്ങനെയല്ലേ? ആണോ? ഓക്കെ ആണോ? നിങ്ങൾ എടുത്തില്ലേ? ഓക്കെ, യെസ്. അപ്പോ റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്പീഡിൽ തന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്, നിങ്ങൾ അതിലേക്ക് വന്നോന്ന് അറിയണമല്ലോ, നമ്മൾ കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടത്, അവിടെ മാനേജേഴ്സ് നല്ല തൃപ്തിയോട് കൂടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് അവസരങ്ങൾ പ്രദാനം ചെയ്താൽ മാത്രമാണ് വർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകുക. അപ്പൊ അവർക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരെന്താണ്, സാധാരണ നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള സാലറി അല്ലെങ്കിൽ വേജസ് അവിടെ കിട്ടേണ്ടതാണ് അല്ലെ? ഈ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സാലറി അല്ലെങ്കിൽ ആ വേജസിന് അപ്പുറം മറ്റെന്തെങ്കിലും കുറച്ചും കൂടി റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, എംപ്ലോയീസിന് ഇച്ചിരി കൂടി ഹാപ്പി ആയിട്ട് അല്ലെ, ഇതിനും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? എന്തെങ്കിലും എക്സ്ട്രാ ഇൻസെന്റീവ്സ് ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ല തൃപ്തിയോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? സാധിക്കുവോ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള മാറ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എംപ്ലോയീസ് ബെനിഫിറ്റ്, എംപ്ലോയി ബെനിഫിറ്റ്സിൽ ഏതാണെന്ന് പറയുന്നത് നോക്കാം. Concept of employee benefits. Employee benefits are also popularly known as fringe benefits. എന്താണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ബെനിഫിറ്റുകൾ? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സാലറി അല്ലാതെ അധികമായിട്ട് അവരെ ഇച്ചിരി കൂടി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ബെനിഫിറ്റുകൾ അല്ലെ? ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ, നേട്ടങ്ങളെയെല്ലാം തന്നെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. എന്താണ് അറിയപ്പെടുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ഓൾസോ പോപ്പുലർലി നോൺ ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അപ്ലൈ ചെയ്ത് പോവുക. Then this is a supplementary compensation which is paid by an employer to his employee apart from his direct wages and incentives.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡയറക്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള കൂലിക്ക് അല്ലെ, അതിന്റെ നമുക്കറിയാം സാധാരണയായിട്ട് നമ്മളൊരു ജോലി വെറുതെ എല്ലാ ദിവസവും വന്നുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് പോകാൻ ആരും ആഗ്രഹിക്കില്ല അല്ലെ. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് വേണം, നമുക്ക് മതിയായ വേജസ് കിട്ടേണ്ടതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ കിട്ടാനായിട്ട് അവര് അർഹതപ്പെട്ടതാണ്. അതിന് പുറമെ അല്ലെ, അതിന് പുറമെ എന്തെങ്കിലും കോമ്പൻസേഷൻസ്, എന്തെങ്കിലും ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആര് കൊടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയർ, ആർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആണോ? അല്ലേ? ഓക്കെ, എല്ലാവരും ഓക്കെ സമ്പൊക്കെ അയക്കുന്നുണ്ട്. ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, there are granted as assistance or additional facilities to the employee by the employer either voluntarily or as a legal requirement or as a part of a collective negotiated agreement. അതായത് ഇങ്ങനെ ബെനിഫിറ്റുകൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം എംപ്ലോയർ സാധാരണ എംപ്ലോയീസിന് കൊടുക്കുന്നത് അവരുടെ ആ ഒരു സംതൃപ്തി, നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണെന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് എന്താണ് അല്ലാതെ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസിന്റെ ബേസിൽ, അതായത് നിയമപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ നമുക്കറിയാം പെൻഷനൊക്കെ കൊടുക്കുക എന്നുള്ളത് അത് നിയമപരമായിട്ട് തന്നെ എന്താണ് അവിടെ എംപ്ലോയി അർഹതപ്പെട്ടതാണ് അല്ലെ. അത് നമുക്കറിയാം ലീഗൽ ഒരു കൺസെപ്റ്റും കൂടി അവിടെ വരുന്നുണ്ട്, അതായത് നിയമവശം കൂടി അവിടെ അഡീഷണൽ ആയിട്ട് അതിനോടൊപ്പം വന്നു ചേരുന്നുണ്ട്. അപ്പൊ വോളണ്ടിയർലി എന്ന് വെച്ചാൽ സ്വമേധയാ ഇവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കൊടുക്കാം എംപ്ലോയർക്ക്, അതല്ലാതെ ലീഗൽ റിക്വയർമെന്റ് നിയമപരമായ ആവശ്യത്തിന്റെ ബെനിഫിറ്റ്സിൽ അല്ലെ ആ ഒരു രീതിയിൽ തന്നെ ഇവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആസ് എ പാർട്ട് ഓഫ് എ കളക്റ്റീവ് നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്. അതായത് നമുക്കറിയാം അവിടെ എംപ്ലോയിയും എംപ്ലോയീസ് ഒക്കെ കൂടി അല്ലെ എംപ്ലോയറൊക്കെ കൂടി കൂട്ടായ ചർച്ചയോട് കൂടിയിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. നമ്മൾ ഇത്രയും പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന പാക്കേജുകൾ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഇച്ചിരി കൂടി ലീവോട് കൂടിയിട്ടുള്ള എന്താണ് അവധികൾ നിങ്ങൾക്ക് തരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാക്കേജസ് എന്താണ് തീർച്ചയായിട്ടും എംപ്ലോയീസിന് എംപ്ലോയർ ഓഫർ ചെയ്യും. അത് കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഓഫറുകൾ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വോളണ്ടിയർലി ആവാം, അതല്ലാതെ ലീഗൽ റിക്വയർമെന്റിന്റെ ബേസിലാവാം, അതല്ലാതെ കൂട്ടായിട്ടുള്ള എന്തെങ്കിലും എഗ്രിമെന്റിന്റെ ബേസിലും ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ആകാമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. അത് സ്വമേധയാവാം, ലീഗൽ റിക്വയർമെന്റിന്റെ പാർട്ടായിട്ടാവാം, അല്ലെങ്കിൽ നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ് അല്ലെ കളക്റ്റീവ് നെഗോഷിയേറ്റഡ് എഗ്രിമെന്റിന്റെ ബേസിലാകും. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ഗ്രേ ഡസ്ലർ, fringe benefits are defined as indirect financial and non-financial payments employees receive for continuing their employment with the organization. നമ്മൾ മനസ്സിലാക്കി എന്താണ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെ, ഒരു നിശ്ചിതമായ സാലറിക്ക് പുറമെ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കി. ഇനി അത് ചില വ്യക്തികൾ അല്ലെ അവരുടേതായിട്ടുള്ള രീതികളിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് അക്കോർഡിംഗ് ടു ഗ്രേ ഡസ്ലർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ആണ്. എന്ന് വെച്ചാൽ വേജസ് ആയിട്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ല, അത് പരോക്ഷമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടമാകാം. നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ്, അതായത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ്സുകൾ കൊടുക്കാം, അതല്ലാതെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പേയ്മെന്റ്സ്. നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്തൊക്കെയായിരിക്കും? എന്തെങ്കിലും എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? എന്തെങ്കിലുമൊക്കെ പാക്കേജുകളൊക്കെ കമ്പനികൾ ഓഫർ ചെയ്യേ, അതായത് സാമ്പത്തികമായിട്ടുള്ള രീതി അല്ലാതെ തന്നെ ഹൗസ് റെന്റ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ഓക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതൊക്കെ ഓക്കെ അത്തരത്തിലുള്ള എന്താണ് അഡീഷണൽ ആയിട്ട് ഓക്കെ വെക്കേഷൻ ഓക്കെ. അപ്പൊ അത് അഡീഷണൽ ആയിട്ട് അല്ലെ സാമ്പത്തികമായിട്ടുള്ള രീതിയിലൂടെ അല്ല അത് അളക്കാനായിട്ട് സാധിക്കുന്നത്. നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് ആണ്. Then employees receive for continuing their employment with their organization. ഇത് എംപ്ലോയർ എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയീസിന് നൽകുന്നത്, അവരുടെ ജോലി അല്ലെ ആ ഒരു സ്ഥാപനത്തിൽ അത് തുടർന്നു കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയർ ഇത്തരം ആനുകൂല്യങ്ങൾ എംപ്ലോയിക്ക് നൽകുന്നത്. ഓക്കെ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ അക്കോർഡിംഗ് ടു ഗ്രേ ഡസ്ലർ പറയുന്നത് ഒരു എംപ്ലോയി അവരുടെ സ്ഥാപനത്തില് ജോലി നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട്
ഡയറക്റ്റ് അല്ലാതെയും അല്ലെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകൾ കൊടുക്കും. അത് ഫിനാൻഷ്യൽ ആവാം, അതല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് ആവാം. അങ്ങനെയുള്ള രീതിയിൽ അവർക്ക് ഇത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയറുടെ മൈൻഡിൽ ഒരു കാര്യം കൂടിയുണ്ട്, ആ എംപ്ലോയി ഈ സ്ഥാപനത്തിൽ നിന്ന് വിട്ട് പോകരുത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? Okay ആണോ? അക്കോർഡിംഗ് ടു ഗ്രേറ്റ് ആസ്റ്റ്ലറിന്റെ ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു വില്യം ബി ബർത്തറൽ അല്ലെ, ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എംബ്രാസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ബെനിഫിറ്റ്സ് and services that employees receive as a part of their total compensation packages. അപ്പൊ ഇതില് അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജിന്റെ ഒരു രീതിയിലാണ് അവർക്ക് ഒരു ബെനിഫിറ്റ് പാക്കേജ് കൊടുക്കുന്നത്. അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള ആയിട്ടുള്ള ഒരു സാലറി ഉണ്ട്, അതിന്റെ കൂടെ എന്താണ് എക്സ്ട്രാ അല്ലെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എംബ്രാസ് a broader range of benefits and services that the employees receives as a part of their total compensation package. അപ്പൊ എന്താണ് സാമ്പത്തികമായിട്ട് തന്നെ ഉള്ള ഒരു വശമായിരിക്കാം, അതല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് അല്ലെ എന്തെങ്കിലും മൊത്തം ഒരു കോമ്പൻസേഷനും കൂടി കൂടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പാക്കേജസ് ആയിട്ട്. നമ്മളറിയാം ചിലപ്പോഴൊക്കെ ചില സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ചിലർ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ എക്സ്ട്രാ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജിലാണ് അവര് അത് റെഫർ ചെയ്യുന്നത്. എന്ത് റെഫർ ചെയ്യുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്. But our fringe benefits embrace a broad range of benefits and services that employees receive as a of their total compensation package. ആ ഒരു സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഓരോ എംപ്ലോയിയും ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹം എന്തൊക്കെ സേവനങ്ങളാണോ കൈകാര്യം ചെയ്യുന്നത് അതിന് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന സാധാരണയുള്ള സാലറിക്ക് അപ്പുറം അല്ലെ ഒരു കോമ്പൻസേഷൻ പാക്കേജ് കൂടി ഉണ്ടാവും. ഇത്തരത്തിലുള്ള ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജുകളാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? ക്ലിയർ ആയില്ല? നിന്നെ പറയേണ്ടതുണ്ടോ? നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു, ഓക്കെ ക്ലിയർ ആണ്. അക്കോർഡിംഗ് ടു ഞാൻ ഓരോ ഡെഫിനിഷൻസ് ഇല്ലില്ല, ഒരിക്കലും ഡെഫിനിഷൻസ് ഒന്നും ഒരിക്കലും ചോദിക്കില്ല. പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്താന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പാക്കേജ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നുള്ളത് വ്യത്യസ്ത ആംഗിളില് മനസ്സിലാക്കി എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് ഉണ്ട്, മൊത്തം സാലറിയോടൊപ്പം തന്നെയുള്ള പാക്കേജസ് ഉണ്ട്. അടുത്തതായിട്ട് മറ്റൊരു അദ്ദേഹത്തിന്റെ അഭിപ്രായം നോക്കാം. അപ്പൊ പലതരത്തില് ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഡെഫിനിഷനൊന്നും ഒരിക്കലും ചോദിച്ച് കാണാറില്ല. നോക്കാം. അക്കോർഡിംഗ് ടു കുക്ക്ബാർ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ദോസ് ബെനിഫിറ്റ്സ് which are provided by an employer to or for the benefit of an employee and which are not in the form of wages, salaries and time related payments. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? ഡ്യൂട്ടിയുടെ അല്ലെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഇതനുസരിച്ചിട്ടാണ് അവർക്ക് വേജസ് അല്ലെങ്കിൽ സാലറീസ് ഒക്കെ കിട്ടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അടിസ്ഥാനത്തിലല്ലാതെ നമുക്കറിയാം, തീർച്ചയായിട്ടും വേജസും സാലറീസും പറയുമ്പോൾ നമ്മൾ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കൂലി കിട്ടണം അല്ലെ. അത് ടോട്ടലി എല്ലാവരും നമ്മൾ മനസ്സിലാക്കി, അതായത് എല്ലാ എംപ്ലോയീസും കൃത്യമായിട്ട് അത് എഗ്രിമെന്റിന് ശേഷമായിരിക്കും അവിടെ നമ്മൾ പ്രവേശിക്കുന്നത്. അതല്ലാതെ അതായത് ബേസിക് ആയിട്ടുള്ള ആ പേയ്മെന്റ്സ് അല്ലാതെ എന്തെങ്കിലും ബെനിഫിറ്റുകൾ എംപ്ലോയിക്ക് നൽകുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഡെഫിനേഷൻസ് ഒന്നും അത് അങ്ങനെ തന്നെ പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് അറിയാം, മോക്ക് ടെസ്റ്റ് ദീപേനയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെ. നമ്മള് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു തരുന്നുണ്ട് അല്ലെ. നമ്മളപ്പോ അത്തരത്തിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഡെഫിനേഷനൊന്നും ബൈ ഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ ഏത് എന്തായാലേ ആരാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ഗ്രേറ്റ് അസ്റ്റ്ലറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു വില്യം ബി ബർത്തറലിന്റെ അഭിപ്രായത്തിൽ എന്താണ് കോമ്പൻസേഷൻ പാക്കേജ് രൂപേണയാണ്
അക്കോർഡിംഗ് ടു അദ്ദേഹത്തിന്റെ അല്ലെ കൊക്മാറിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, അടിസ്ഥാന സാലറി അല്ലെങ്കിൽ കൂലിക്ക് അപ്പുറം കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 പേരുടെയും അഭിപ്രായം ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് പോകാനല്ലെങ്കിൽ അത്തരം പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്താൽ മതി. ഇൻഡയറക്ട് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് ആണ് ഡിഎസ്എല്ലിന്റെ ഇതില് നെക്സ്റ്റ് പറയുന്നത്. ആയിരിക്കുള്ളൂ, അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നമുക്കപ്പോ വീണ്ടും ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സിലേക്ക് പോകാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫോളോയിങ് ദ ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്. അപ്പൊ നമുക്ക് ഡെഫിനേഷൻസ്, കുറച്ച് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കണ്ടു. ഇനി നമുക്ക് സവിശേഷതകളെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഈ എംപ്ലോയീസ് ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ. ഇപ്പൊ മൈൻഡിലേക്ക്, എല്ലാവരുടെയും മൈൻഡിലേക്ക് എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യം ഓക്കെയാണ് അല്ലെ? അപ്പൊ അത് വെച്ചുകൊണ്ട് ഓരോ പോയിന്റ്സും നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. നോക്കാം. അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. Employee benefits are the form of additional compensation that an employee receives in addition to his or her basic wages and salaries. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് മാത്രമേ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെ ശമ്പളത്തിനും കൂലിക്കും അപ്പുറം എംപ്ലോയി റിസീവ് ചെയ്യുന്ന എന്തെങ്കിലും അധിക കോമ്പൻസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാധാരണയായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഫീച്ചർ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? നമുക്ക് ലഭ്യമായ അല്ലെ നമ്മുടെ അടിസ്ഥാന സാലറിക്കും എന്താണ് കൂലിക്കും പുറമെ കിട്ടുന്ന ഒരു അധിക ബെനിഫിറ്റ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. അതുകൊണ്ടാണ് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ ആണ് ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് അല്ലാതെ അല്ലെ, നമ്മൾ ഡെഫിനിഷനിൽ കണ്ടു. ഡയറക്റ്റ് അല്ലാതെ കിട്ടുന്ന ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ അല്ലെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാറ്ററിലും തന്നെയല്ല ഇത് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. As these compensation are generally extended as an employment condition and are not directly related with the performance of the employees, hence they are referred to as indirect compensation. അതായത് അവരുടെ ആ പെർഫോമൻസിന്റെ ബേസിൽ അല്ലെങ്കിൽ എത്ര നേരം അവർ ഡ്യൂട്ടി ചെയ്തു അല്ലെ, ആ ഒരു ഡ്യൂട്ടി ചെയ്തതിന്റെ സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അത് സാലറി അല്ലെങ്കിൽ വേജസ് ആയിരിക്കും അല്ലെ. അതിനപ്പുറം അവർ ഇച്ചിരി കൂടി നന്നായിട്ട് അല്ലെ എന്തെങ്കിലും കൂലികൾ, എന്തെങ്കിലും എക്സ്ട്രാ പേയ്മെന്റ്സ് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഒന്നിച്ച് നെഗോഷ്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും. ഒന്നിച്ച് നിന്ന് നമ്മൾ ഇത്രയും പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പാക്കേജസ് ഒക്കെ അവർ ഓഫർ ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ ടൂർ പാക്കേജസ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്താണ് ഹൗസ് റെന്റ് അലവൻസ് ആയിരിക്കും. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ എക്കണോമിക്കലി ആയിട്ട് തന്നെയായിരിക്കില്ല ചിലപ്പോൾ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. കോസ്റ്റ് ഫോർ എംപ്ലോയീസ്. എന്താണ് പറയുന്നത് കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ് എന്ന? എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ എ കൈൻഡ് ഓഫ് ലേബർ കോസ്റ്റ് ഫോർ ദ എംപ്ലോയേഴ്സ്. അതായത് നമ്മളെപ്പോഴും തൊഴിലാളികൾ അല്ലെ തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ്, ആ ഒരു രീതിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ബെനിഫിറ്റ്സ് ആർ ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ദ എംപ്ലോയർ റിക്വയർസ് ഇൻ അഡീഷൻ ടു ദ ബേസിക് പേസ്. അതായത് നമ്മളിപ്പോ ഒരു തൊഴിലാളിയെ അവിടെ കൊണ്ട് നിർത്തി ഡ്യൂട്ടി ചെയ്യിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന കൂലി അവർക്ക് കൊടുക്കണം അല്ലെ. അതിനപ്പുറം എന്തെങ്കിലും അദ്ദേഹം അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ് അല്ലെ, അത് പ്രധാനമായിട്ടും അവർക്ക് തൊഴിലുടമ അതിന് പുറമെ നൽകുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് പറയുന്നത്. കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ്, എംപ്ലോയീസിന്റെ ഒരു അധിക ചെലവാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു അധിക ചെലവാണ്. എന്തുകൊണ്ടാണ് അധിക ചെലവ് എന്ന് പറയുന്നത്?
മസ്റ്റ് ആയിട്ടും അവർക്ക് കൊടുക്കുന്ന സാലറിക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ് സ്പീഡ് കൂടുന്നുണ്ടോ? കേട്ട് പോകാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് മാത്രമേ ഇത്രയും ട്രബിൾ ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇതാവുമ്പോഴേക്കും കൂടി എന്താണ് ആ ഒരു ലെവലിലേക്ക് എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്. സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വർക്കിന് ഇഷ്ടം കൂടിയും ഒരു ഉത്തേജനം നൽകാൻ വേണ്ടിട്ട് അല്ലെ, നല്ല ഇൻട്രസ്റ്റോട് കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തേജന ഘടകമാണ് എന്തെന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആർ നോട്ട് അവാർഡ് to the employee for their performance. Rather, it aims to stimulate interest in their respective work so as to make their job more attractive and productive for them. അതായത് നമ്മളിപ്പോ കുറച്ചും കൂടി വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുള്ളൂ, അല്ലേ? ആണോ? നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഇങ്ങനെ ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാക്കേജുകളൊക്കെ തരുമ്പോൾ അങ്ങനെ സ്പീഡിൽ ചെയ്യണമെന്നൊക്കെ തോന്നോ? ഇല്ലേ? ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള ഒരു മൈൻഡിലേക്ക് നമ്മുടെ ഒരു അല്ലെ മനസ്സിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ധ്വനിക്കുകയാണ് അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. rather it aim to stimulate interest in their respective work so as to make their jobs more attractive and productive for them. അപ്പൊ അവരെന്താണ് വർക്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുമ്പോൾ എന്താണ് കൂടുതൽ പ്രൊഡക്ഷൻ അവരിൽ നിന്ന് അല്ലെ എംപ്ലോയീസിന് കൂടുതൽ പ്രൊഡക്ഷൻ അവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. എംപ്ലോയറെ സംബന്ധിച്ച് എന്താണ് അതൊരു ബെനിഫിറ്റ് ആണ് അല്ലെ. തീർച്ചയായിട്ടും നല്ല ഇൻട്രസ്റ്റോട് കൂടി വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എംപ്ലോയർ ഇത്തരത്തിലുള്ള പാക്കേജസ് കൊടുക്കുന്നത്. സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റിൽ നിന്ന് ഒരു അടുത്ത ഫീച്ചർ, ഒരു സവിശേഷത എന്ന് പറയുന്നത് അവരെ വർക്ക് ചെയ്യാനായിട്ട് ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളത്. ദിസ് റിസൾട്ട് ഇൻ ദെയർ ഇൻക്രീസ്ഡ് ഏർണിംഗ്സ് ആൻഡ് എക്സ്ട്രാ വേജസ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുമ്പോഴെന്താണ് അവിടെ ഏർണിങ്സ് അല്ലെ, അവർ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കും. ദെൻ അവർക്ക് എന്താണ് കൂടുതൽ എക്സ്ട്രാ ഏർണിങ്സ് നേടാനായിട്ടും സാധിക്കുകയാണെങ്കിൽ നമുക്കറിയാം അഡീഷണൽ ആയിട്ട് ഇത്രയും കൂടി പ്രൊഡക്ഷൻ ഒക്കെ ഉത്പാദിപ്പിച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ ഇത്തരത്തിലുള്ള പേയ്മെന്റ്സ് തരാം അല്ലെങ്കിൽ ഇന്ന ഓഫറുകൾ തരാം എന്നുള്ള ഒരു വാഗ്ദാനം എംപ്ലോയർ നൽകുമ്പോൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവർ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. ഒപ്പം തന്നെ എന്താണ് അവർക്ക് ആ ഏർണിങ്സ് എക്സ്ട്രാ ആയിട്ടുള്ള ഏർണിങ്സ് നേടിയെടുക്കാനും സാധിക്കും. അപ്പോ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അടുത്തൊരു ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. എംപ്ലോയി ബെനിഫിറ്റ് എയ്ഡ്സ് ഇൻ റൈസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ എംപ്ലോയീസ്. നമുക്കറിയാം കൂടുതൽ ബെനിഫിറ്റും അല്ലെ, കൂടുതൽ പാക്കേജ് സാലറിക്ക് അഡീഷണൽ ആയിട്ട് സാലറിക്ക് പുറമെ എന്തെങ്കിലുമൊക്കെ പാക്കേജസ് ഒക്കെ കിട്ടുമ്പോഴെന്താണ് അവരുടെ ജീവിതത്തിലും കൂടുതൽ കാര്യങ്ങൾ അല്ലെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാനായി സാധിക്കും. കുറച്ചും കൂടിയും അവർ ഇമ്പ്രൂവ് ആയിട്ട് തന്നെ അല്ലെ ജീവിത ദിനചര്യകളിലൊക്കെ കുറച്ചും കൂടിയും അവർക്ക് അല്ലെ നല്ല ഉന്നത രീതിയിലേക്കൊക്കെ എത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എയ്ഡ് ഇൻ റേസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ എംപ്ലോയീസ്. അവിടെയുള്ള തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ടും ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊണ്ട് സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ തൊഴിലിനപ്പുറം അല്ലെ നമ്മുടെ കൂലിക്ക് അപ്പുറമുള്ള ഒരു ബെനിഫിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ തൊഴിലിന്റെ കൂലിക്ക് അപ്പുറമുള്ള ബെനിഫിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് കൂലിക്ക് അപ്പുറമുള്ള ബെനിഫിറ്റ് ആണോ അല്ലേ? ഓക്കെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്. അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂലിക്ക് അപ്പുറമുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ജീവിത നിലവാരം ഒന്നും കൂടി അല്ലേ അത് ഒന്നും കൂടി വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കാം പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ്. ഇത് എന്താണ് പറയുന്നത്, ഇതിന്റെ അടുത്ത സവിശേഷത എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടു ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഇൻ അക്കോർഡൻസ് ടു ദെയർ മെമ്പർഷിപ്സ്.
അപ്പൊ അവിടെ മെമ്പർ ആയിട്ടുള്ള എല്ലാ നമുക്കറിയാം ഒരു നിശ്ചിത എംപ്ലോയീസിന് മാത്രമായിട്ടായിരിക്കില്ല എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കുന്നത് അല്ലെ. അവിടെ ഒരു സെപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും മൊത്തത്തിലാണ് എല്ലാ തരത്തിലുള്ള പാക്കേജസുകളും അവിടെ അനുവദിക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് അത് മൊത്തത്തിലുള്ള എല്ലാ എംപ്ലോയീസിനും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ആണ് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടു ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഇൻ അക്കോർഡൻസ് ടു ദെയർ മെമ്പർഷിപ്പ്. അവിടെ മെമ്പർഷിപ്പ് ഉള്ള എല്ലാ എംപ്ലോയീസിനും ഇതിന്റെ ഒരു ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം സ്റ്റാറ്റ്യൂട്ടറി ഓർ വോളണ്ടറി. എന്താണ് ഇവിടെ വോളണ്ടറി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത്? Employee benefits possess both the characteristics of a statutory as well as a voluntary benefits. Transport benefit is a voluntary benefit, while provident fund is a statutory benefit. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് പലതരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവാം അല്ലെ. സ്വമേധയാ എംപ്ലോയർക്ക് വേണമെങ്കിൽ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാം. അതേപോലെ തന്നെ എന്താണ് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂവിന്റെ ബേസിൽ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും. കാരണം അത്തരത്തിലുള്ള രീതിയിൽ നോക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന നിലയിൽ അല്ലെ ഗവൺമെന്റിന്റെ അണ്ടറിൽ നമുക്കറിയാം എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ അവിടെ മസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇത്രയും നാള് വർക്ക് ചെയ്തവർക്ക് നമ്മൾ അറിയാം റിട്ടയർമെന്റിന്റെ കാലത്തിന് ശേഷമൊക്കെ അവർക്ക് PF ഒക്കെ തിരിച്ചു കിട്ടുന്ന അല്ലെ ആനുകൂല്യങ്ങളൊക്കെ തിരിച്ചു കിട്ടും. കാരണം എന്തുകൊണ്ടാണ് അവിടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അങ്ങനെ ഒരു മസ്റ്റ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു നടപടി രീതിയിൽ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളും ഇവിടെ ഉണ്ടാകാം എന്നുള്ളത്. വളരെ സ്വമേധയായുള്ള ബെനിഫിറ്റുകളും ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള രീതിയിലുള്ള ബെനിഫിറ്റുകളും എന്തിൽ പെടാം? ഫ്രിഞ്ച് ബെനിഫിറ്റിൽ പെടാം. അപ്പൊ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓർ വോളണ്ടറി ബെനിഫിറ്റ്സ്. ഓക്കെ ആണോ? ഓക്കെ, അത് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത് എന്താണോ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് ഈസ് എ വോളണ്ടറി ബെനിഫിറ്റ്. ഇൻ കേസ് ഒരു കമ്പനിയിലേക്ക് എല്ലാവർക്കും വരാനായിട്ടുള്ള ഒരു സേവനം പ്രദാനം ചെയ്യുന്നതാണ് എന്താ നമ്മുടെ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ്. ചിലപ്പോ ഒരു ഓർഗനൈസേഷൻ അത് അവരുടെ ആ ഒരു അവിടുത്തെ എംപ്ലോയർ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന് സ്വമേധയാ എടുക്കുന്ന ഒരു തീരുമാനം. അതായത് അവിടെയുള്ള എംപ്ലോയർ അവർക്ക് വേണ്ടിയിട്ട് ജീവനക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊക്കെ സ്വമേധയാ അവർക്കൊരു ഓഫർ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് വോളണ്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അതേസമയം പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്. അതായത് ഇന്ന ഇയറിലൊക്കെ നമുക്കറിയാം അതൊരു എന്താണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്ര മെമ്പർഷിപ്പ് അധികമുള്ള ഏതൊരു സ്ഥാപനവും എന്താണ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കീഴിൽ വരേണ്ടതാണ്, മെമ്പർഷിപ്പ് എടുക്കേണ്ടതാണ്. അവിടെയുള്ള എംപ്ലോയീസിന് ഈ ആനുകൂല്യം അനുവദിക്കേണ്ടതാണ്. അത് നിയമപരമായിട്ടുള്ള ഒരു വശമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അത് ആക്ടാണ്, അത് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്, നിയമമാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? അതായത് ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ട് എന്നല്ല, പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് PF. അതായത് ഇത്രയും വർക്കേഴ്സ് ഉള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത്ര അംഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ളത് ഒരു ഇയർ ഉണ്ട് 1926 ആണെന്ന് തോന്നുന്നു ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതില് എന്താണ് ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അംഗമായിരിക്കേണ്ടതാണ് ആ ഓർഗനൈസേഷൻ. നിയമവശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ PF അനുവദിക്കേണ്ടതാണ്. അതൊരു നിയമവശമാണ്. മസ്റ്റായിട്ടും ആ ഒരു എംപ്ലോയർ അത് ഫോളോ ചെയ്യേണ്ടതാണ്. ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് PF ആനുകൂല്യം അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. അത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ആ ഒരു എംപ്ലോയർ തയ്യാറാവേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു സ്വമേധയാ എംപ്ലോയർക്ക് വേണമെങ്കിൽ ആനുകൂല്യങ്ങൾ എംപ്ലോയിക്ക് ഓഫർ ചെയ്യാം. അല്ലാതെ നിയമപരമായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട്, ആ രീതി ഫോളോ ചെയ്യാനായിട്ട് ഏതൊരു എംപ്ലോയറും ബാധ്യസ്ഥനാണ്. അപ്പൊ അത് നിയമാനുസൃതം ചില ബെനിഫിറ്റുകളും എംപ്ലോയീസിന് നൽകാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ അല്ലേ? നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും, ഇതിലേക്ക് വന്നോളും. നമ്മള് നേരത്തെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞ മാതിരി ഈസി ചാപ്റ്റർ ആയിട്ട് വന്നോളും. സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എന്താണ് ഇതില് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്? ഈ എംപ്ലോയി ബെനിഫിറ്റ്സിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്. അതായത് നമ്മള് തൊഴിലന്വേഷകരെ അല്ലെ, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, തൊഴിലന്വേഷകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കമ്പനിയിലെ അല്ലെ ഒരുപാട് പേര് നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ വന്നാൽ കമ്പനിക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? നല്ല കഴിവുള്ള എംപ്ലോയീസ് കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ കമ്പനിക്ക് ഗുണമായിരിക്കോ ദോഷമായിരിക്കോ? ഗുണമായിരിക്കും അല്ലെ? കാരണം നമുക്ക് നല്ല എംപ്ലോയീസ് ആണ് അല്ലെ, അവര് കഴിവുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം, സാലറിക്ക് അപ്പുറം എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ടോ അല്ലെ, അതൊക്കെ നോക്കിയിട്ടാണ് എല്ലാ തരത്തിലുള്ളവരും അല്ലെ അപ്ലൈ ചെയ്യുന്നത്. ഏതൊരു കമ്പനി തെരഞ്ഞെടുക്കുന്നതൊക്കെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്. An organization which offers a fringe benefits to its employees enjoys an outstanding reputation in the job market and places itself in a prestigious position to attract the best talents. അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ്, അവിടെ നിലനിർത്തണം. അവിടെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ്, അവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ്, അവരെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിലകൊള്ളണം. അപ്പൊ ബെനിഫിറ്റ്സുകൾ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അവര് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാവില്ല. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം പറയുമ്പോൾ എന്താണ്, മറ്റുള്ള നല്ല കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുകയും വേണം അല്ലെ. അട്രാക്ട് ചെയ്യുമ്പോൾ പ്ലേസസ് ഇറ്റ്സെൽഫ് ഇൻ എ എന്താണ് പ്രസ്റ്റീജിയസ് പൊസിഷൻ ടു അട്രാക്ട് ദ ബെസ്റ്റ് ടാലന്റ്സ്. അപ്പൊ നിലവാരമുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ്സുകളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് എന്താണ് എല്ലാവർക്കും അല്ലെ, അവിടെയുള്ള തൊഴിലന്വേഷകർക്ക് ബോധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കഴിവുള്ളവരൊക്കെ ഈ ഇത്തരത്തിലുള്ള കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ അവര് തയ്യാറാവും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇന്ത ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ഓഫർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഒന്ന് എന്താണ്, അവിടെയുള്ള മാർക്കറ്റിൽ നല്ലൊരു പേര് നിലനിർത്തി കൊടുക്കുക, നല്ലൊരു കമ്പനിയാണ് അല്ലെ, നല്ല ഓഫറുകളൊക്കെ ഇവര് തരുന്നുണ്ട് എന്ന് എല്ലാവരുടെയും മൈൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അവിടെയുള്ള ജീവനക്കാരെ എന്താണ് പിരിഞ്ഞു പോവാതെയും അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ല, ഒന്നുകൂടി പറയണം. An organization which offers a fringe benefits to its employees enjoys an outstanding. An organization which offers a fringe benefits to its employees enjoy an outstanding reputation in the job market. അതായത് ജോബ് മാർക്കറ്റിൽ ഒരു പേര് നിലനിൽക്കണം. ഇന്നൊരു കമ്പനിയെ സംബന്ധിച്ച് നമുക്കറിയാം, പല കമ്പനികൾ നമുക്ക് പേര് കേൾക്കുന്ന കമ്പനികളുണ്ട്. എന്തുകൊണ്ടാണ് അവരെ കമ്പനികളെ നല്ല കമ്പനി അവിടേക്ക് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും തൊഴിലന്വേഷിച്ച് പോകാനായിട്ട് തയ്യാറാവുന്നത്? ഓക്കെ, പ്രയോറിറ്റി, അതെ, മുൻഗണന കൊടുക്കുന്നു. ആപ്ലിക്കേഷൻസ് നമ്മൾ അങ്ങനെയുള്ള കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്, അവിടെ നിന്ന് കുറെ ഓഫേഴ്സുകൾ കിട്ടും അല്ലെ. അവിടെ നിന്ന് കുറെ ഓഫേഴ്സുകൾ കിട്ടുന്നത് കൊണ്ടാണ് തൊഴിലന്വേഷകര് അവിടേക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഓഫറുകളുള്ള കമ്പനികളിലേക്ക് തൊഴിലന്വേഷകര് എന്താണ് ആപ്ലിക്കേഷൻസ് കൊടുക്കും. ദെൻ അവര് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവര് സാറ്റിസ്ഫാക്ഷനോടുകൂടി അവിടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. അപ്പൊ ടു അട്രാക്ട് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ പാക്കേജുകൾ ഉള്ളത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും തൊഴിലന്വേഷകര് കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ആ ഒരു കാര്യം മെയിൻ ചെയ്യുന്നത്, എന്താണ് ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം, ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്.
എന്താണ് എംപ്ലോയീസ് അല്ലെ അവിടെ ഉള്ള തൊഴിലാളികളെ സംബന്ധിച്ച് കൂടുതൽ പ്രേരണ കൊടുക്കുക അല്ലെ, ബൂസ്റ്റപ്പ് ചെയ്യുക. അവിടെയുള്ള നിലവിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് ഒന്നും കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രേരണകൾ കൊടുക്കുക. ഓർഗനൈസേഷൻ യൂസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആസ് വൺ ഓഫ് ദ ടെക്നിക് ടു ബൂസ്റ്റ് മൊറൈൽ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടു മോട്ടിവേറ്റ് ദം ടു വർക്ക് സിൻസിയർലി. അതായത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. നമുക്കറിയാം ഒരു സാലറി മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്ങനെയെങ്കിലും പണിയെടുത്ത് അല്ലെ ആ സമയത്തിനുള്ള പണിയെടുത്ത് തിരിച്ചു വീട്ടിൽ പോരാം എന്നുള്ള ഒരു മൈൻഡ് മാത്രമായിരിക്കും അല്ലെ. അതേസമയം ചില ഓഫറുകൾ നിങ്ങളിങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അല്ലെ ഒരു എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യാണ്, എംപ്ലോയർ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യാണ്. ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകാം, നമ്മൾ ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് പോവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അവിടെയുള്ള എംപ്ലോയീസ് ഇച്ചിരി കൂടി കോപ്പറേറ്റ് ചെയ്ത് അല്ലെ എല്ലാവരും കൂടി തന്നെ സഹകരിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെയുള്ള എംപ്ലോയീസ് തയ്യാറാവും. ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്താൽ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ സഹകരിച്ച് വർക്ക് ചെയ്യില്ലേ? ചെയ്യോ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള അല്ലെ ഒരു മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യുക അല്ലെ, അവിടെയുള്ള എല്ലാവർക്കും ഒരു പ്രേരണ കൊടുക്കുക, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഓൾസോ എ സാറ്റിസ്ഫൈഡ് എംപ്ലോയി ഈസ് എ ലോയൽ എംപ്ലോയി അല്ലെ. അവിടെ പ്രധാനമായിട്ടും വിശ്വസ്തത അല്ലെ, അവിടെ എംപ്ലോയറിന്റെ വിശ്വസ്തത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യാനായിട്ട് നല്ല ഒരു തൊഴിലുടമയാണ്, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നൊരു മൈൻഡ് അവിടെയുള്ള എംപ്ലോയീസിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് അവിടെ തയ്യാറാവും. ലോയൽറ്റി ബിൽഡിംഗ്സ് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് അട്രീഷൻ റേറ്റ്സ്. അതായത് പിരിഞ്ഞു പോകാതെ അങ്ങനെ നല്ല ആത്മാർത്ഥമായിട്ട് ഒരു ബന്ധം എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് തയ്യാറാവുകയും ചെയ്യും. അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് അവര് താല്പര്യപ്പെടുകയില്ല അല്ലെ. അപ്പൊ അതാണ് അവിടെ കുറഞ്ഞു വരും അല്ലെ. റെഡ്യൂസ് ആറ്റിറ്റ്യൂഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊഴിഞ്ഞു പോകുന്നത് റേറ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത്. നല്ലൊരു ലോയൽറ്റി ഉള്ളപ്പോൾ നല്ലൊരു വിശ്വസ്തമായ ഒരു സമീപനം അവിടെ കാഴ്ചവെക്കുമ്പോൾ. എന്തുകൊണ്ടാണ് വിശ്വസ്തമായ സമീപനം അവർ കാഴ്ചവെക്കുന്നത്? ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ എംപ്ലോയർ ഓഫർ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ആ പോയിന്റ്? ഓക്കെ ആണോ? ഓക്കെ, പോയിന്റ്സുകൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ പോണോട്ടോ. സിൻസിയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് എന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് എന്തായാലും മോക്ക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്. എന്താണ് അതിൽ പറയുന്നത്? യൂഷ്വലി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ നോൺ ടാക്സബിൾ ഏർണിംഗ്സ് in the hand of employees. This is a benefit in addition to all other basic benefits. അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു സാലറിക്ക് നിശ്ചിത പേയ്മെന്റ് ടാക്സ് ഈടാക്കുന്നുണ്ട്. ഇത്ര സാലറി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ ഉണ്ട്. അതിനപ്പുറം സാലറി ഒക്കെ അല്ലെ പാക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേയ്മെന്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതേസമയം ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണെങ്കിൽ അവിടെ അഡീഷണൽ സാലറിയോടൊപ്പം കൂടുകയില്ല അല്ലെ. നമുക്കറിയാം ആ എമൗണ്ടിൽ അത്രയും എമൗണ്ടുകളല്ല കൂടുന്നത്, അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകളാണ്. ഇപ്പൊ ട്രാവലിംഗ് അലവൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ടാക്സേഷൻ അവിടെ ആവശ്യകത വരുന്നില്ല, അതൊക്കെ ഡിഡക്റ്റബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അധികം ടാക്സേഷൻ കൊടുക്കാതെ തന്നെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതും ഒരു ലക്ഷ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ കൊടുക്കുമ്പോൾ ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്, ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടാവില്ല. യൂഷ്വലി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ നോൺ ടാക്സബിൾ ഏർണിംഗ്സ് ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയീസ്. ദിസ് ഈസ് എ ബെനിഫിറ്റ് ഇൻ അഡീഷൻ ടു ഓൾ അതർ ബേസിക് ബെനിഫിറ്റ്സ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ടൈം കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ അപ്പുറം ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ മിച്ചമായിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഒരു മിനിമം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുള്ള, അതേസമയം മറ്റു ബെനിഫിറ്റുകൾ ഇവർക്ക് എംപ്ലോയീസിന് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? തേർഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടു ഇംപ്രൂവ്, അതായത് നമുക്ക് തീർച്ചയായും ഇതില് പ്രധാനമായിട്ടും ഡിഡക്റ്റബിൾ ആയിട്ടുള്ള അലവൻസുകളാണ് ഇതെല്ലാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ട്രാവലിംഗ് അലവൻസ് ആണെങ്കിലും അല്ലെ മറ്റേതെങ്കിലും PF ആണെങ്കിലും അതിനൊക്കെ ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യകത വരില്ല.
അപ്പൊ ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് എംപ്ലോയീസിനെ സംബന്ധിച്ച് അതിന് ആനുകൂല്യം അല്ലെ. നമുക്കറിയാം സാലറിക്ക് അനുസൃതമായിട്ടുള്ള ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ടുകൾ കൈപ്പറ്റുമ്പോൾ എന്താണ് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? പ്രോഫിറ്റ് ഷെയറിംഗ് ഇതാണെന്ന് പറയുമ്പോഴോ ഓക്കെ, പ്രോഫിറ്റ് ഷെയറിംഗ് നമുക്കറിയാം PF, അതായത് നമ്മളിപ്പോ അതും ടാക്സ് ഇതിലേക്ക് വരില്ല, അതിനും ഒരു ഡിഡക്ഷൻ വരും. പക്ഷെ ഇത്ര ആനുകൂല്യങ്ങൾക്ക് ഒരു ഇതുകളുണ്ട്. ഇത്രയും നമ്മുടെ ഇതിലേക്ക് അല്ലെ സാലറിയോടൊപ്പം നമ്മുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലേയുടെ ഒപ്പം തന്നെ വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ പേയ്മെന്റിലേക്ക് വരും. അതേസമയം ഇത്തരത്തില് കുറച്ച് അല്ലെ ഒരു ലിമിറ്റഡ് ഒക്കെ ഉണ്ട് അല്ലെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ ഉണ്ട്. അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ വരികയാണെങ്കിലാണ് അത് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാം. നമുക്കറിയാം ഡിഡക്ഷൻ ആയിട്ടുള്ള അണ്ടർ സെക്ഷനിലും പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ലാബുകൾ ഉണ്ട്. അതിനപ്പുറം എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നത്. അതേസമയം ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓൾമോസ്റ്റ് ഡിഡക്റ്റബിൾ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താ പറയുന്നത്, ടു ഇംപ്രൂവ് മാനേജ്മെന്റ് ലേബർ റിലേഷൻസ്. Fringe benefits act as a compensatory mechanism to reduce the dissatisfaction among workers regarding basic wages and incentive, thus resulting in improved relationship between management and employee. അപ്പൊ നമുക്കറിയാം ഒരു നല്ലൊരു ബന്ധം അല്ലെ, ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അതായത് നല്ലൊരു പാക്കേജ് ചിലപ്പോഴെങ്കിൽ അവരൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചിരുത്തിയിട്ടൊക്കെ ആയിരിക്കും പാക്കേജുകളൊക്കെ തീരുമാനിക്കാതെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ബന്ധം കൂടി അവിടെ സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആക്ട് ആസ് compensatory mechanism to reduce the dissatisfaction among workers regarding basic wages and incentives. അതായത് അവിടെ അതൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പൊ തൃപ്തിയോടുകൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവോ? തൃപ്തിയോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കമ്പനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. അവിടെ മാനേജ്മെന്റിനും എംപ്ലോയ്മെന്റിനും എംപ്ലോയീസിനും തമ്മിൽ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കും. കാരണം ചിലപ്പോ ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് പാക്കേജസ് ഒക്കെ തീരുമാനിക്കുന്നത് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൃപ്തിയോട് കൂടിയിട്ട് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് റിസൾട്ടും നല്ല ബെറ്റർ ആയിരിക്കും അല്ലെ. അതേസമയം അടിച്ച് ഏൽപ്പിക്കുന്ന രീതിയിൽ അതെ ലെസ് യൂണിയൻ സ്ട്രൈക്സ്, അതായത് ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ട്രൈക്കുകളൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് സന്തോഷഭരിതമായിട്ട് തന്നെയായിരിക്കും ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോക്കാം, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ടു പ്രൊമോട്ട് companionship among employees. ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ഗ്രാൻഡഡ് ടു ഓൾ the employees without being linked to work performance. They promote companionship among employees. അതായത് എല്ലാവരും കൂടി ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അല്ലെ വർക്ക് ചെയ്യുക എന്നുള്ള എന്താണ് പറയുക സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയൊക്കെ പോയി എല്ലാവരും ലിങ്ക് ആയിട്ട് അല്ലെ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. എന്ത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഓഫർ ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ്. ഇങ്ങനെയൊക്കെ ഓഫർ ചെയ്യുമ്പോൾ എല്ലാവരും അവിടെയുള്ള തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യും. അവിടെ ഒന്നും അതൃപ്തിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് എന്താണ് നല്ല റിസൾട്ട് കമ്പനിക്ക് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെയാണോ? സൗഹൃദ അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞത് ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് കൺസേൺ. ഇതില് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇതില് പ്രധാനമായിട്ടും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ല തട കൽപ്പിക്കാനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അഷ്വർ എംപ്ലോയീസ് ദാറ്റ് ദ മാനേജ്മെന്റ് ഈസ് ബോതേഡ് അബൌട്ട് ദെയർ നീഡ്സ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. അതായത് നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന് ഒരു കാര്യം മനസ്സിലാവും, ഇത്രയും വർക്ക് ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി എംപ്ലോയർക്ക് അറിയാം അല്ലെ. അതുകൊണ്ടാണ് അവര് ഒന്നിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ പാക്കേജ്. ഇപ്പൊ നമുക്കറിയാം ഒരു ട്രാവലിംഗ് അലവൻസ് ഇവര് നൽകാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ സമയത്ത് ഓരോ ഷിഫ്റ്റ് വെക്കുമ്പോഴും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ട് അറിയുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവിടെയുള്ള എംപ്ലോയീസിനെ പരിഗണിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ആശങ്ക അവിടെ ഇല്ല, പരിഗണിക്കുന്നില്ലല്ലോ, ഞങ്ങളെയൊന്നും
അതായത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല വരുന്നത്. നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, എംപ്ലോയീസിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡാണ് അവിടെയുള്ള എംപ്ലോയീസിന് വരുന്നത്. ടു ആക്ട് ആസ് assurance of a concern. Fringe benefits assure employees that the management is bothered about their needs and difficulties. അവിടെയുള്ള എംപ്ലോയീസിന്റെ ആവശ്യവും ബുദ്ധിമുട്ടുകളും എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധേഡ് അല്ലെ, ഒരു ആശങ്ക, അതായത് കൃത്യമായിട്ടുള്ള അറിവ് ആർക്കുണ്ട്, എംപ്ലോയറിനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ എടുത്ത് പറയുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെയുള്ള എംപ്ലോയീസ് ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അല്ലെ. നമുക്കറിയാം അവിടെ അല്ലെ എന്താണ് ട്രാവലിംഗ് അലവൻസ് ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള വണ്ടിയൊക്കെ വിട്ടുകൊടുക്കുമ്പോഴൊക്കെ എന്താണ്, അവർക്ക് തീർച്ചയായിട്ടും സമയത്തിന് തന്നെ അവിടേക്കൊക്കെ എത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അവർക്ക് അതിനനുസരിച്ച് ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു പോയിന്റും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ടു റെഡ്യൂസ് HR കോസ്റ്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റിനെ കുറച്ചുകൊണ്ട് വരുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്, സിൻസ് സം ഓഫ് ദ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ലൈക്ക് ദ സെയിം ഗിഫ്റ്റ് ടു ഓൾ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ക്യാന്റീൻ ഫെസിലിറ്റി are distributed collectively to all the employees, the volume of the material or services involved in these benefits would significantly reduce the cost because of acquiring these products or services in bulk. അതായത് നമ്മൾ പല സർവീസ് അല്ലെ പല ആനുകൂല്യങ്ങളും നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടുള്ള എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലെ, അത് ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഒരു റൂട്ടിലുള്ളവർക്കൊക്കെ ഒരു ട്രാവലർ ഒക്കെ ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. നമുക്കറിയാം ബൾക്കായിട്ട് ഒരുപാട് പേരെ തന്നെ എംപ്ലോയീസിനെ തന്നെ ഒന്നിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കും അല്ലെ. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് കമ്പനിയെ സംബന്ധിച്ച് കോസ്റ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. ഒരുപാട് പേരെ കളക്ട് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഒരു ട്രാവലർ ആണ് വിടുന്നത്. അപ്പൊ തന്നെ എന്താണ് കോസ്റ്റ് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. അതുമാതിരി തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ക്യാൻറ്റീൻ സർവീസ്. അപ്പൊ എന്താണ് അവിടെയുള്ള എല്ലാ തരത്തിലുള്ള എംപ്ലോയീസിനും, അത് ഏത് തരത്തിലുള്ള പറയാം. ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ എടുത്ത് നോക്കാം, ഹോസ്പിറ്റലൊക്കെ എന്താണ് ക്യാൻറ്റീൻ സർവീസുകൾ അവിടെ പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് അവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും അതേമാതിരി തന്നെ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വിസിറ്റേഴ്സിനും അതല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും ഡെലിവറി സ്റ്റാഫിനും എല്ലാവർക്കും എന്താണ് അവിടെ ക്യാൻറ്റീൻ സർവീസ് ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ക്യാൻറ്റീൻ സർവീസ് ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ലേ? അപ്പൊ അവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് കോസ്റ്റ് അല്ലെ. എല്ലാവരെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കോസ്റ്റ് അവിടെ കണക്കാക്കേണ്ടത്, ചെലവ് വരുന്നത്. കാരണം എല്ലാവർക്കും കൂടി ഒന്നിച്ചാണ് ബൾക്കായിട്ടാണ് അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഈ ഒരു സർവീസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. സെപ്പറേറ്റ് സാധനങ്ങൾ വാങ്ങിച്ചല്ല നമ്മൾ അവിടെ ക്യാൻറ്റീൻ സർവീസ് നടത്തുന്നത് അല്ലെ. അവിടെ രോഗികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കറിയാം കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം കൊടുക്കേണ്ടതുണ്ടാവും. അതും ഇതിന്റെ അണ്ടറിലാണ് അല്ലെ വരുന്നത് അവിടെ. അതേമാതിരി തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരും അതേമാതിരി തന്നെ ഹെൽപ്പേഴ്സും മറ്റു വിസിറ്റേഴ്സും പേഷ്യൻസും എല്ലാവരും തന്നെ ഫുഡ് എന്താണ് ഈ ക്യാൻറ്റീൻ സർവീസിൽ നിന്ന് കൈകാര്യം ചെയ്യും അല്ലെ, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ എല്ലാവരെയും കൂടി ഒന്നിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ പാകം ചെയ്യുന്നത്. നമുക്കറിയാം ബൾക്കായിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അധിക ചെലവ് അവിടെ വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇത് തന്നെ നമ്മൾ ഏതോ ഒരു സ്ഥാപനത്തിലും കൺസിഡർ ചെയ്യാട്ടെ. ഇതിപ്പോ ഒരു ഫാക്ടറി ആണെങ്കിലും അവിടെയുള്ള ക്യാൻറ്റീൻ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്യാൻറ്റീൻ സർവീസ് നടത്തുന്നത്. അപ്പൊ എല്ലാവരെയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള കോസ്റ്റ് മാത്രം അല്ലെ, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് അവർക്ക് എംപ്ലോയർക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ടു റെഡ്യൂസ് HR കോസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സുമായി ആവശ്യമായിട്ടുള്ള കോസ്റ്റുകളെ കുറച്ചുകൊണ്ട് വരാനായിട്ടും ഇത് സാധിക്കുന്നു. അതെ, റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ പ്രൈസ്, അതായത് നമ്മൾ ബൾക്കായിട്ട് മേടിക്കുമ്പോഴെന്താണ് നമുക്ക് കോസ്റ്റ് നന്നായിട്ട് തന്നെ കുറച്ച് നമുക്ക് പൈസ ചെലവാക്കിയാൽ മതി. അതേസമയം റീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കറിയാം അവിടെയും കുറച്ച് കൊടുക്കണം, മറ്റൊരു സ്ഥലത്ത് കുറച്ച് കൊടുക്കണം അല്ലെ. അത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താണ് നമുക്ക് ഒന്നിച്ച് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ പേയ്മെന്റ് നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ടു റെഡ്യൂസ് HR കോസ്റ്റ്.
ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന കോസ്റ്റുകളെ ലഘൂകരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. കാരണം മൊത്തത്തിലാണ് അവർക്ക് എല്ലാവർക്കും മൊത്തത്തിലാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ആനുകൂല്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അവർക്ക് കോസ്റ്റുകളെ അത് ഒന്നിച്ച് തന്നെ കാണേണ്ടത് കൊണ്ട് അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് കാരിയർ സർവീസ് അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസുകൾ. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് ട്രാവൽ ചെയ്ത് ഓരോ പ്ലേസുകളിലേക്ക് ഇറക്കുമ്പോൾ ഓരോരോ വണ്ടി പോകാതെ ഒന്നിച്ച് അല്ലെ ഒരു ട്രാവലർ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് എന്താണ് കുറച്ച് കോസ്റ്റ് മുടക്കിയാൽ മതി. ഓരോ സെപ്പറേറ്റ് ട്രാവലർ അല്ല അല്ലെ വണ്ടികളെല്ലാം അവിടേക്ക് വിടുന്നത്. എന്ന് പറഞ്ഞ മാത്രം തന്നെ ക്യാൻറ്റീൻ സർവീസ് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും ആവശ്യമായിട്ടുള്ള ക്യാൻറ്റീൻ സർവീസ് ആണ് അവിടെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് അവര് ഇത്തരത്തിലുള്ള സർവീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പണം അവിടെ ചെലവഴിച്ചാൽ മതി എന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഒക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അതുവരെ മതി. ഒക്കെ കൂടി ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന്റെ തുടക്കം ആയതുകൊണ്ടാണോ പ്രിൻസിപ്പൾസ് ഇന്ന് എടുക്കുന്നില്ല, എല്ലാം കൂടി ടഫ് പോലെ തോന്നുന്നത് കൊണ്ട് അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. എക്സ്ട്രാ പേയ്മെന്റ് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റുകൾ കൊടുക്കുന്നതാണ്, അത്രയും മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഒരു സാലറി അല്ല, വേജസ് അല്ല, അല്ലാതെ എന്തെങ്കിലും ഓഫറുകൾ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് വോളണ്ടറി ആവാം, സ്വമേധയാ എംപ്ലോയർ നൽകാം. ചില എന്തെങ്കിലും ചില ആക്ടിന്റെ ബേസിൽ നൽകാം, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അല്ലെ. നമുക്കറിയാം പി എഫ് പോലെയുള്ളത്, അതായത് ഇത്രയും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ചില ഇതുകളൊക്കെ നടപടികളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അതായത് ആക്ടിന്റെ കീഴിലേക്ക് ഈ ഒരു ഓർഗനൈസേഷൻ ചലിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്കേഴ്സിന് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കുറച്ചതൊക്കെ കൊടുക്കണം, പി എഫ് കൊടുക്കണം. അതേമാതിരി തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അല്ലെ ബെനിഫിറ്റുകൾ നമുക്ക് നിയമവശങ്ങളെയും കൂടി ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബെനിഫിറ്റുകളൊക്കെ അവർക്ക് കൊടുക്കണം. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ ഒന്നിച്ചിരുന്നു കൊണ്ട് എംപ്ലോയറും എംപ്ലോയും കൂടി ഒന്നിച്ചിരുന്നു കൊണ്ട് ചില ബെനിഫിറ്റുകളൊക്കെ കുറച്ച് കൂടുതൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നല്ല സേവനങ്ങൾ കൂടുതൽ കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ട്യൂഷൻ സെന്റർ നടത്തുകയാണ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ഒരുപാട് പേരെ നിങ്ങൾ ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഒരു ട്രിപ്പ് പോകാം, അല്ലെങ്കിൽ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ എക്സാം ടൈമിൽ കുറെ അവേഴ്സ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇന്ന ബെനിഫിറ്റ്സുകൾ അല്ലെ, സാലറിയോട് കൂടിയ കുറച്ച് ലീവുകളൊക്കെ അനുവദിക്കാം, അങ്ങനെയുള്ള അല്ലെ വെക്കേഷൻ ടൈമിലൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള അല്ലെ അലവൻസുകളൊക്കെ അവർക്ക് ഓഫർ ചെയ്യാം. വന്നില്ലെങ്കിലും അല്ലെ, അത് എന്തുകൊണ്ടാണ് ഇന്ന കൂടുതൽ അഡീഷണൽ പാക്കേജുകൾ കൊടുക്കുകയാണ്. കാരണം ഇവർ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി, ഈ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എംപ്ലോയർ ആസൂത്രണം ചെയ്ത് അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഒന്നിച്ച് നിന്ന് ആലോചിച്ചിട്ടൊക്കെ ഇന്ന കൂടുതൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാക്കേജസുകളൊക്കെ കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുകയാണ്. അതെല്ലാം പ്രൊഡക്ഷന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ നിശ്ചിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ നിശ്ചിതമായിട്ടുള്ള പ്രൊഡക്ഷനെ പറ്റുള്ളായിരിക്കും. അഡീഷണലി നിങ്ങൾ ഇന്ന പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ഓഫറുകൾ നിങ്ങൾക്ക് തരാം. അപ്പൊ പലതരത്തിലുള്ള ഓഫറുകൾ നമുക്ക് അതനുസരിച്ചിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഇപ്പൊ നേരത്തെ കണ്ട മാത്രമേ ക്യാൻറ്റീൻ സർവീസുകൾ, ട്രാവലിംഗ് അലവൻസുകൾ, തന്നെ വലിയ വലിയ കമ്പനികളാണെങ്കിൽ ഹൗസ് റെന്റ് അല്ലെ, അവിടെ പുറത്ത് പോയി അവർക്ക് തന്നെ റെന്റിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസുകളൊക്കെ പ്രദാനം ചെയ്യാം. അങ്ങനെ പല ഓഫറുകൾ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു മൈൻഡിലേക്ക് കൊണ്ടുവന്ന് പഠിച്ച് നോക്കിയാൽ മതി, ക്ലിയർ ആവും. ഓക്കെ അല്ലേ? എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, വായിച്ചു നോക്കിയില്ല. 1-2 പേജ് നിങ്ങൾ ഓക്കെ ആയി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പൊ എന്നാണ് പറയുന്നത്,
ചാപ്റ്റർ ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ പതിയെ മൂവ് ചെയ്താൽ തീരില്ല. ഇവൻ കുഴപ്പമില്ല. ഇന്ന് നമുക്ക് ഇത്രയും വരെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇന്ന് വായിച്ചിട്ട് വരിക, ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഇതൊക്കെ നമ്മുടെ വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇത്രയും കൂടി സ്പീഡിൽ പോവാൻ, കാരണം ഇച്ചിരി കൂടുതൽ പേജസ് ഉണ്ട് ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് എടുത്താൽ അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.